Hello, so today we're going to study chapter 10, first shape and strength. If you look into your textbook, you can see you have a picture of a fox and a tortoise. So fox and the if tortoises did not have this shield, എന്തായിരിക്കും പറയുന്നത്, റൈറ്റ്? സോ ദിസ് ടോർട്ടോസ് ഈ ഒരു ഔട്ടർ സ്കെലിറ്റൻ എന്ന് പറയുന്ന ആ ഒരു കട്ടിയുള്ള ഷെല്ലിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലും നമ്മൾ പറയാൻ പോകുന്നത്. വൈ കാൺ ദ ഫോക്സ് ഈറ്റ് ദ ടോർട്ടോസ്? എന്തുകൊണ്ടാണ് ഈ ഫോക്സിന് ടോർട്ടോസിനെ തിന്നാൻ പറ്റാത്തത്? ബിക്കോസ് ഇറ്റ്സ് ഗോട്ട് ദിസ് extra protection, correct? Now, are there other organisms possess outer shells like that of the tortoise? അതിനൊരു പുറത്തെ ആ ഷെൽ ഉള്ളതുപോലെ വേറെ കുറെ മൃഗങ്ങൾക്ക് ആ ഷെൽ ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. ഹൗ ഡു ഹാർഡ് ഷെൽസ് ഹെൽപ്പ് ആനിമൽസ്? എങ്ങനെയാണ് ഈ ഹാർഡ് ഷെൽസ് ആനിമൽസിനെ ഹെൽപ്പ് ചെയ്യുന്നത്? Okay, so you see, choose this, observe the pictures and find out the characteristics of the shells of these organisms. കണ്ടോ, ഇതെല്ലാം ഓരോ organisms നമ്മൾ എപ്പോഴും കാണുന്ന organisms ആണ്. You see the beetle, snail, the prawns, you see crab, you see the cockroach, right? You see the centipede, you can see all of them. So you see they all have a outer shell ഉണ്ട് അല്ലേ? So for shape and for protection, ഈ organismsനെല്ലാം shape and protection ആണ് ഈ outer shell ഉള്ളത്, right? You can see this for shape and for protection. So you see snail, beetle, crab, oysters, etc. have centipede, millipede, etc. comparatively less hard. പക്ഷെ സെന്റിപ്പീഡും മില്ലിപ്പീഡിനെ അതായത് ഇതുപോലത്തെ സെന്റിപ്പീഡ്, ഇതിനെ പറയുന്ന സെന്റിപ്പീഡ്, അതിന്റെ ആണെങ്കിൽ ചെറിയ കട്ടി കുറവാണ് അവരുടെ ഷെല്ലിന്. ഓക്കെ, സോ ഷെൽസ് ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ദ ബോഡി പാർട്സ്, പ്രൊവൈഡ് ഷേപ്പ് ആൻഡ് ഹെൽപ്പ് എസ്കേപ്പ് ഫ്രം എനിമീസ്. അന്നേരം ഈ ഷെൽസ് എന്താണ് ചെയ്യുന്നത്? ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ബോഡിക്ക് ഷേപ്പ് കൊടുക്കുന്നു, ആൻഡ് എനിമീസിന്റെ അടുത്തുനിന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി എനിമീസിന്റെ അടുത്തുനിന്ന് എസ്കേപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. Now these coverings in the outer surface of the body are called exoskeleton. അന്നേരം ശരീരത്തിന്റെ പുറത്ത് കാണുന്ന ആ ഷെല്ലിന് പറയുന്നതാണ് എക്സോസ്കെലിറ്റൻ. ഓക്കെ, ആ കട്ടിയുള്ള ഭാഗത്തിന് പറയുന്ന കവറിങ്ങിന് പറയുന്നതാണ് എക്സോസ്കെലിറ്റൻ. സ്കെയിൽസ് ഓഫ് ഫിഷസ് ആൻഡ് റെപ്റ്റൈൽസ്, ഫെദേഴ്സ് ഓഫ് ബേർഡ്സ്, ഹെയർസ്, ഹോൺസ്, എന്ന് പറയുന്നത് ഈ ഫിഷിന്റെ സ്കെയില്, റെപ്റ്റൈൽസിന്റെ, സ്നേക്കിന്റെ ഒക്കെ സ്കെയിൽസ്, ഫെദേഴ്സ്, ബേർഡ്സിന്റെ ഫെദർ, ഹെയർ, ഹോൺസ്, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം എക്സോസ്കെലിറ്റൻ ആണ്. ഓരോ ആനിമൽസിന്റെ എക്സോസ്കെലിറ്റൻ ആണ്. ആർ ദ ഔട്ടർ ഷെൽസ് ഓഫ് ഓൾ ദി ആനിമൽസ് ദ സെയിം? വെളിയിലത്തെ ശരീരത്തിന്റെ മേലുള്ള എക്സോസ്കെലിറ്റൻ, അത് ഔട്ടർ ഷെൽ എല്ലാം ഒരുപോലെയാണോ എല്ലാവർക്കും? അല്ല. ഹൗ ഡു ദ എക്സോസ്കെലിറ്റൻ ഓഫ് സെന്റിപീഡ് ആൻഡ് മില്ലിപീഡ് ഡിഫർ ഫ്രം ദി അതേഴ്സ്? അവരുടെ എക്സോസ്കെലിറ്റൻ ഇച്ചൂടെ തിന്നാണ് അല്ലേ? സോ സെന്റിപീഡും മില്ലിപീഡിന്റെ ഒക്കെ ആണെങ്കിൽ ഇച്ചൂടെ തിന്നാണ്, വലിയ കട്ടിയില്ല. What is the relation between the exoskeleton of animals and their shapes? So ഇത് എന്താണ് ചെയ്യുന്നത്? ഈ എക്സോസ്കെലിറ്റൻസ് എല്ലാം ഷേപ്പും പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കുന്നത് ഓരോ ആനിമൽസിന് വേണ്ടി. ഓക്കെ, സോ ഹൗ ഡു ദീസ് എക്സോസ്കെലിറ്റൻ ഹെൽപ്പ് ദി ആനിമൽസ്? ഫോർ ഷേപ്പ് ആൻഡ് ഫോർ പ്രൊട്ടക്ഷൻ, കറക്റ്റ്? നൗ കളർ ഡൈവേഴ്സിറ്റി ഇൻ എക്സോസ്കെലിറ്റൻ. ഓരോ എക്സോസ്കെലിറ്റൻ, ഓരോ ഷെൽസിന് ഓരോ പ്രത്യേകതയുണ്ട്, ഒരു ഭംഗിയുണ്ട്, റൈറ്റ്? ഓരോ ഡിസൈൻസ് ഉണ്ട്, ഓരോ ബ്യൂട്ടിഫുൾ എക്സോസ്കെലിറ്റൻസ് മേക്ക് മെനി ഓർഗാനിസംസ് വെരി അട്രാക്റ്റീവ് അല്ലേ? സോ നമ്മൾ കാണുമ്പോൾ കുറെ ഓർഗാനിസംസിനെ, പല ജീവികളെ കാണുമ്പോഴത്തേക്ക് ഈ ബ്യൂട്ടിഫുൾ പാറ്റേൺസ് ആണ് അതിന്റെ ഒരു ഭംഗി. സോ ദിസ് അട്രാക്റ്റീവ്നെസ് ബിക്കംസ് എ ത്രെറ്റ് ടു ദെയർ എക്സിസ്റ്റൻസ് ടു. സോ ഈ കാണാൻ നല്ല രസം ഉള്ളതുകൊണ്ട് അത് അവരുടെ ആ ഒരു എക്സിസ്റ്റൻസിന് വേണ്ടിയുള്ള ഒരു ത്രെറ്റ് ആണ്. അവരുടെ എനിമീസിനെ എല്ലാം അതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും അല്ലേ? സോ ദിസ് അട്രാക്റ്റീവ്നെസ് ബിക്കംസ് എ ത്രെറ്റ് ടു ദെയർ എക്സിസ്റ്റൻസ് ടു. സോ അവരെ കാണാൻ നല്ല ഭംഗിയാണെങ്കിൽ ഇവരുടെ ശത്രുക്കൾ പോലും അതിനെ തിന്നാൻ നോക്കും. മെനി ഓഫ് ദീസ് ഓർഗാനിസംസ് ആർ ഫേസിംഗ് ദി ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. സോ മനുഷ്യൻ എന്തോ ചെയ്യുന്നു? ഇങ്ങനത്തെ മൃഗങ്ങളെ കാണുമ്പോഴത്തേക്ക് അതിനെ പിടിച്ചെടുത്തിട്ട് എന്താ ചെയ്യുന്നത്? അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ ഒത്തിരി ഓർഗാനിസംസ് ഇങ്ങനെ ഇല്ലാതെ ആവുന്നതിന്റെ ഒരു പ്രയാസം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ടു ഗിവ് ഷേപ്പ്, എക്സോസ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ ടു ഗിവ് ഷേപ്പും കൊടുക്കുന്നുണ്ട്, റൈറ്റ്? സോ cockroach and lizards are two small creatures always found in our houses, and their skeletons alike. So ഈ ലിസർഡിനെ കണ്ടു, ലിസർഡിനെ കണ്ടാൽ നമുക്ക് കാണാം അതിന്റെ ആ ഷേപ്പ് കൊടുക്കുന്നത് അതിനകത്ത് ഇരിക്കുന്ന സ്കെലിറ്റൻ ആണ്, റൈറ്റ്? അവരുടെ സ്കെലിറ്റൻ ഒന്നും നമുക്ക് പുറത്ത് കാണാൻ പറ്റത്തില്ല, അതിന്റെ ഹാർഡ് കോട്ടിംഗ് ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ കോക്രോച്ചിന് അങ്ങനെയല്ല. യു സീ ഇറ്റ്സ് ഹാർഡ്, ഇറ്റ് ഗോട്ട് എ ഹാർഡ് ഷെൽ പോലെ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്, റൈറ്റ്? സോ വാട്ട് ഇസ് ദ ഡിഫറൻസ്? വൺ ഇസ് ഇൻസൈഡ് ആൻഡ് വൺ ഇസ് ഔട്ട്സൈഡ് അല്ലേ? ഒരെണ്ണത്തിന് ഒരു സ്കെലിറ്റൻ അകത്ത് കാണുന്നു, ഒരു സ്കെലിറ്റൻ പുറത്ത് കാണുന്നു. സോ യു സീ ഇതെല്ലാം ഓരോ ഫിഗേഴ്സ് ആണ്. എന്തൊക്കെയാണ്? സോ യു സീ ദിസ് ഇസ് ദ ലിസർഡ്, സ്കെലിറ്റൻ ഓഫ് എ ലിസർഡ്, റൈറ്റ്? സോ ഇങ്ങനെ ഓരോ കണ്ടിട്ട് ഒന്ന് മനസ്സിലാക്കാനാ പറയുന്നത്. സോ ഔട്ടർ ഷെൽസിനെ വിളിക്കുന്നത് എക്സോസ്കെലിറ്റൻ ആണ്, റൈറ്റ്? സോ വാട്ട് വി സീ ഔട്ട്സൈഡ്
outside on the shape of the body, on the body of the organism. ബോഡിയുടെ മേളിൽ കിടക്കുന്ന ഹാർഡ് ഷെല്ലിന് ഔട്ടർ കവറിംഗ് എന്ന് പറയുന്നതാണ് എക്സോസ്കെലിറ്റൻ. Now in cow, goat, etc. the skeleton is seen inside the body. അങ്ങനെ skeleton നമ്മൾ അകത്ത് കാണുന്നുണ്ട് ചില മൃഗങ്ങളിൽ, ലൈക്ക് കൗ ഗോട്ടിനെല്ലാം അകത്ത് കാണുന്നുണ്ട്. അവരെ വിളിക്കുന്ന എൻഡോസ്കെലിറ്റൻ. സോ എന്ത് ടൈപ്പിലെ സ്കെലിറ്റൻ ആണ്? എൻഡോസ്കെലിറ്റൻ. സോ ഓർഗാനിസംസ് ലൈക്ക് ടോർട്ടോise, crocodile, etc. possess both endoskeleton and exoskeleton. അതിൽ നമ്മൾ കാണുന്നുണ്ട് അകത്ത് കാണുന്ന സ്കെലിറ്റൻ എന്ന് പറയുന്നതാണ് എൻഡോസ്കെലിറ്റൻ. ചില മൃഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പുറത്തും സ്കെലിറ്റൻ ഉണ്ട്, അകത്തും സ്കെലിറ്റൻ ഉണ്ട്. അന്നേരം പുറത്തെ സ്കെലിറ്റൻ നല്ല കട്ടിയുള്ള ശരീരത്തിന് പറയുന്നതാണ് എക്സോസ്കെലിറ്റൻ. അകത്ത് കട്ടിയുള്ള ഫേം ഉള്ള ഷെല്ല് പോലത്തെ ഹാർഡ് കവറിംഗ് ഉള്ളതിന് പറയുന്നതാണ് എൻഡോസ്കെലിറ്റൻ. കറക്റ്റ്. സോ ഇത് രണ്ടും കൂടെ ഉള്ളത്, പുറത്തും അകത്തും സ്കെലിറ്റൻ ഉള്ള മൃഗങ്ങൾക്ക് പറയുന്ന, മൃഗങ്ങളെ കാണുമ്പോൾ നമ്മൾ പറയുന്നതാണ് ടോർട്ടോise ആൻഡ് ക്രോക്കഡൈൽ. ഓക്കെ, ഇത് രണ്ടുമാണ് ഓർഗാനിസംസ് കൂടുതൽ കാണുന്നത്. ഇത് രണ്ടും ഉള്ളത് കണ്ടോ, ഇതിന്റെ പുറത്തും ഭയങ്കര കട്ടിയാണ്, ഇതിന് അകത്തും ഇതിന് കട്ടിയുള്ള ശരീരമാണ്. സോ യു സി ടോർട്ടോise ആൻഡ് crocodile. All right, now cow has an endoskeleton. What would have been the shape of the cow if it had no skeleton? അന്നേരം കൗ എന്ന് പറയുന്ന മൃഗം, പശുവിനാണെങ്കിൽ അകത്താണ് അതിന്റെ സ്കെലിറ്റൻ ഉള്ളത്, റൈറ്റ്, ശരീരത്തിന് അകത്ത്. അതുകൊണ്ട് അതിനെ നമ്മൾ പറയുന്നത് ഈ കൗവിനൊക്കെ അതാണ് ഈ കൗയുടെ ഷേപ്പ്, ആ കൗവിന്റെ ഷേപ്പ് ഉള്ളതുപോലെ തന്നെയാണ് അതിന്റെ സ്കെലിറ്റൻ. അതിന്റെ ആ സ്കെലിറ്റൻ എന്താ ചെയ്യുന്നത്? ആ ശരീരത്തിന് ഉറപ്പ്, ബലവും ഉറപ്പും സ്ട്രക്ചറും ഷേപ്പും കൊടുക്കുന്നു, റൈറ്റ്. സോ നമ്മൾ കാണുന്നത് എന്താണ്? ഈ സ്കെലിറ്റൻ ഇല്ലെങ്കിൽ മൃഗങ്ങൾക്കൊന്നും ഷേപ്പേ ഇല്ല, ഒരു സ്ട്രക്ചർ ഉണ്ടാവത്തില്ല, റൈറ്റ്. അതിന്റെ ബോഡി സ്ട്രക്ചർ ഒന്നും ഉണ്ടാവത്തേ ഇല്ല. So in which ways do skeletons help animals? In which ways? You see that bones provide shape and strength to the body. Bones എന്താ ചെയ്യുന്നത്? ഷേപ്പും സ്ട്രെങ്ത്തും കൊടുക്കുന്നു ശരീരത്തിന്. And they also help in movement. അതിന്റെ അനങ്ങാൻ വേണ്ടി, മൂവ് ചെയ്യാൻ വേണ്ടിയും സഹായിക്കുന്നുണ്ട്. And then you see that it also gives, skeleton എന്താ ചെയ്യുന്നത്? Gives shape to the body. ബോഡിക്ക് ഷേപ്പ് കൊടുക്കുന്നു, ബോഡി പാർട്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, and provides protection from enemies. ശത്രുക്കളിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട്, റൈറ്റ്. സോ സ്കെലിറ്റൻസ് എന്തൊക്കെയാ ചെയ്യുന്നത്? ഷേപ്പും സ്ട്രെങ്ത്തും കൊടുക്കുന്നു ബോഡിക്ക്, ഹെൽപ്സ് ഇൻ ദ മൂവ്മെന്റ്, ശരീരം അനങ്ങാൻ വേണ്ടി, മൂവ് ചെയ്യാൻ സഹായിക്കുന്നു, ഷേപ്പ് ടു ദ ബോഡി കൊടുക്കുന്നു, പ്രൊട്ടക്ട്സ് ബോഡി പാർട്സിന്, ബോഡി ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നു, ആൻഡ് മറ്റ് ശത്രുക്കളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ നമ്മുടെ ശരീരത്തിൽ ഈ ബോൺസ് തരുന്നുണ്ട്, റൈറ്റ്. Okay, so these are the this is how the skeleton helps our body. Now all right, so bones provide shape and strength to the body. They also help in movement. അത് നമ്മൾ ഓൾറെഡി വായിച്ചു. സോ ഷേപ്പ് ആൻഡ് സ്ട്രെങ്ത് കൊടുക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ മൂവ്മെന്റ് സഹായിക്കുന്നു. സോ യു ക്യാൻ സി ദിസ് ഇസ് ദ സ്കെലിറ്റൻ ഓഫ് എ ഹ്യൂമൻ ബോഡി, അല്ലേ. സോ ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിന്റെ ഒരു ഷേപ്പ് ആണത്, ബോഡി സ്ട്രക്ചർ ആണ്. അന്നേരം ബോഡിക്കകത്തുള്ള ബോൺസ് നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്കൊന്ന് വരച്ചു നോക്കാം. ഓക്കെ, നിങ്ങൾ വരയ്ക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനകത്തൊന്ന് വരച്ചു നോക്കാം എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബോൺസ് കാണുന്നത്, നമുക്ക് ഹ്യൂമൻ സ്കെലിറ്റൻ ആയിട്ട് നമുക്ക് കാണുന്നേ. എന്നിട്ട് ഓരോ ബോണിനും ഒരേ ഷേപ്പ് ആണോ അതോ ഡിഫറെന്റ് ഷേപ്പ് ആണോ, അത് ഇസ് ഇറ്റ് ഡിഫറെന്റ് ഓർ ഇസ് ഇറ്റ് സെയിം, ദ ഷേപ്പ് ആൻഡ് ദ സ്ട്രക്ചർ, ദ സൈസ് ഓഫ് ദ ബോൺസ്. ആൻഡ് ദെൻ and also you have to see, are the protective measures of the heart, brain and lungs properly included in the diagram? എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നെഞ്ചിന്റെ ഭാഗം ആണെങ്കിൽ റിബ് കേജ് പോലെ ഒരു കൂട് പോലെ ഉണ്ട്, അല്ലേ. അന്നേരം ആ കൂടിനകത്താണ് നമ്മുടെ ഹാർട്ടും ലങ്സും എല്ലാം, നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് കൂടുതലും ഈ റിബ് കേജിനകത്താണ്, സ്റ്റമക്കും എല്ലാം നമ്മുടെ റിബ് കേജിനകത്താണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ്? ദാറ്റ് മീൻസ് എന്തെങ്കിലും ഒരു കാരണവശാൽ എന്തെങ്കിലും ഒരു ഇത് നമുക്കൊരു പ്രൊട്ടക്ഷൻ ആണ്, നമുക്ക് എന്തെങ്കിലും ഒരു ഫോഴ്സ്, ഒരു അപകടം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ അവയവങ്ങൾക്കൊന്നും ഒരു പ്രയാസം പറ്റാതെ ഈ റിബ്സിനാണ് ഈ കൂട്, ഇത് നമ്മുടെ നെഞ്ച് ഭാഗത്ത് ഒരു കൂട് പോലെ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ മണ്ടയ്ക്കായിരിക്കും അത് ഫോഴ്സോ എന്തെങ്കിലും എഫക്റ്റ് വരുന്നത്. നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനൊന്നും ഒരു പ്രയാസം പറ്റുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ ബോൺസ് ഓഫ് ദ ബോഡി, കണ്ടോ. സോ യു സി ദീസ് ആർ ഓൾ ദ ബോൺസ് ഓഫ് our body. And now you see, and you can see, look, list the characteristics and functions of the bones that you have observed. Skull, kando ee skull inde oru pratyekada nokkike.
സ്കള്ളിന്റെ ഒരു പ്രത്യേകത. യു ക്യാൻ സി സ്കൾ എന്ന് പറയുന്നത് 22 ബോൺസ് ഉണ്ട്, റൈറ്റ്? സോ സ്കൾ തലയ്ക്കകത്താണെങ്കിൽ 22 ബോൺസ് ഉണ്ട് ആൻഡ് നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, റൈറ്റ്? കൂടുപോലെ എന്നിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നു. റിബ്സ്, നമ്മുടെ നെഞ്ചിന്റെ ഭാഗം, റിബ്സ് എന്ന് പറഞ്ഞാൽ 24 ബോൺസ് ഉണ്ട്, 24 ബോൺസ് ഉണ്ട്. അത് നമ്മുടെ ഹാർട്ട് ആൻഡ് ലങ്സിനെ എല്ലാം ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, റൈറ്റ്? നൗ വെർട്ടിബ്രൽ കോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ടല് ഭാഗം, നമ്മുടെ ബാക്കിന്റെ ഭാഗം, അവിടെ ആണെങ്കിൽ 33 ബോൺസ് ഉണ്ട്, 33 ബോൺസ് ഉണ്ട്. അതിന്റെ ഉപയോഗം എന്താണ്? നമ്മുടെ ബോഡിയെ സ്ട്രെയിറ്റ് ആക്കി നിർത്താൻ പറ്റുന്നത് നമ്മുടെ ബാക്കിന്റെ ആ എല്ലാണ്. Now, bones in the hand, നമ്മുടെ ഹാൻഡ്, കൈക്കകത്തുള്ള ബോൺസ് എത്ര എണ്ണം ഉണ്ട്? 32 ബോൺസ് ഉണ്ട് in each hand. 32 bones in each hand, 32 ബോൺസ് ഉണ്ട്. ആൻഡ് അതെന്താ ചെയ്യുന്നേ? ഇറ്റ് കൺട്രോൾസ് ദ മൂവ്മെന്റ് ഓഫ് ദ ഹാൻഡ്സ്. നമ്മുടെ ഹാൻഡ്സിനകത്തുള്ള മൂവ്മെന്റ് എല്ലാം ആ ബോൺസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ബോൺസ് ഇൻ ദ ലെഗ് എത്ര ഉണ്ട്? 30 ബോൺസ് ഇൻ ഈച്ച് ലെഗ്. 30 ബോൺസ് ഉണ്ട് ഈച്ച് ലെഗില്. Okay, and what does that do? It controls the movement of the legs. All right, so this is what we learned in this class. We learned about the bones, endoskeleton, exoskeleton, and the organisms that had both. So you can see, when you see how do the bones of the human body differ in their shape, size, and shape. നമ്മൾ കാണുന്നുണ്ട് ഓരോ പ്രത്യേകതയാണ് അല്ലേ? സോ ആ പ്രത്യേകത, and what is the significance of the skull, ഇല്ലേ? സോ ഈ ഇത് എന്താണ് നമ്മൾ പറഞ്ഞു? സ്കൾ എന്താ പ്രൊട്ടക്ട് ചെയ്യുന്നത്? നമ്മുടെ ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ആൻഡ് ബോൺസ് ഓഫ് ദ ഹ്യൂമൻ ബോഡി എങ്ങനെയാണ് അതിന്റെ ഷേപ്പ് ഒക്കെ വ്യത്യാസം വരുന്നത്? ടീച്ചർ കാണിച്ചു. യു ക്യാൻ സീ ദാറ്റ് there are different, see these are the bones of the body. You see thigh bone, നമ്മുടെ തൊടയുടെ ഭാഗത്തുള്ള ബോൺ, അത് ലാർജസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി, ഏറ്റവും വലിയ ബോൺ ആണ്. പിന്നെ സ്റ്റേപ്സ് ഇൻ ദ ഇയർ, ഇയർ എന്ന് പറയുന്നത് ചെവിക്കകത്തുള്ള, കണ്ടോ ഈ സ്റ്റേപ്സ് എന്ന് പറയുന്നത്, അതാണ് ഏറ്റവും ചെറിയ ബോൺ, right? And then you can see skull എന്ന് പറയുന്ന 22 ബോൺസ് ഉണ്ട്. അത് നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇൻ ദ സ്കൾ ലോവർ ജോ ബോൺ, ഈ ഒരു ബോൺ മാത്രമേ നമുക്ക്, കണ്ടോ, ഇങ്ങനെ അനക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ബോൺ മാത്രമേ ഉള്ളൂ is movable. Okay, so jaw bone is the strongest bone in the body. ഇതാണ് ഏറ്റവും strongest bone in the body. And there are 24 bones in the rib. കണ്ടോ, നമ്മുടെ നെഞ്ചിന്റെ ഭാഗം കൂട് പോലെ ഇരിക്കുന്നേ, അവിടെ 24 ബോൺസ് ഉണ്ട് ആ റിബ്സിനകത്ത്. Okay, and it covers and protects the lungs and the heart. So you can see നമ്മുടെ ലങ്സും ഹാർട്ടാണ് ഇതിനകത്ത് ഉള്ളത്, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. And then you can see the vertebral column, നമ്മുടെ നട്ടൽ ഭാഗം, keeps the body erect, അല്ലെ? നമുക്ക് നേരെ ഇരിക്കാൻ പറ്റുന്നതും നേരെ നിൽക്കാൻ പറ്റുന്നത് ഈ vertebral column ഉള്ളതുകൊണ്ടാണ്. ആൻഡ് അതാണ് നമ്മുടെ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിൽ എന്തെങ്കിലും ഒരു ക്ഷതം പറ്റിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു അപകടം പറ്റുമ്പോൾ, ഇവിടെ ഒരു പ്രയാസം പറ്റിക്കഴിഞ്ഞാൽ, നമ്മുടെ നട്ടൽ ഭാഗത്ത് പറ്റിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നേ? ലൈഫ് ലോങ് ആയിട്ട് പാരാലിസിസ്, ദാറ്റ് മീൻസ് നമ്മൾ പാരലൈസ്ഡ് ആയിട്ട് പോകും, കൈയും കാലും ഒന്നും അനക്കാൻ പറ്റത്തില്ല. Alright, and then you can see, look at here, the number of bones in the bones large and small are found in the hand and the leg, and they help in the function of the hands and legs. All right, so these are all the importance of the different bones of the body. And further on we'll see look at this boy over here. ee oru kochu kando, a lorry hit on two-wheeler. The passenger fell on the road, but his head was not injured as he was wearing a helmet. His hands and legs are severely injured. So helmet എന്തുകൊണ്ടാ ഇടാൻ പറയുന്നത്? നമ്മൾ ഈ ഒരു വണ്ടി വേറൊരു വണ്ടിയായിട്ട് ഇടിച്ചപ്പോഴത്തേക്ക് തലയിൽ ഒരു അപകടം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹെൽമെറ്റ് ഇടുന്നത്. അതുകൊണ്ടാണ് എല്ലാവരോടും ഹെൽമെറ്റ് ഇടാൻ പ്രത്യേകിച്ച് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. And it's our duty to obey the laws. All right, now this is why we have to listen to the laws. All right, now you see the next class I'll be taking on the bones of different kinds and proper postures of the body. I hope you've all understood. In case you have any questions, let me know.